ചേട്ടാ എന്താ മോളെ വിനുവേട്ടൻ്റെ എവിടെ? ആ വൃത്തികെട്ടവന്റെ കാര്യം എന്നോട് ചോദിക്കരുത്. ചേട്ടാ അങ്ങനെയൊന്നും പറയല്ല. പിന്നെ എങ്ങനെ പറയണം? എങ്ങനെ പറയണ്ട്? വിനുവേട്ടൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മോൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അവന്റെ കാര്യം പറയാതെ നീ പോയിക്കാ, എനിക്കിവിടെ പണിയുണ്ട്. നിങ്ങൾ ഞാൻ പറയണമെന്ന് വിശ്വസിക്കേ. എന്റെ ചേട്ടൻ എല്ലാത്തിനും കാരണം. വണ്ടി നമ്പർ ഞാൻ വാട്സാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ വണ്ടിയുടെ ബാക്കിലെ ഷീറ്റിന്റെ അടിയിലുണ്ട് സാധനം. വണ്ടി മാറരുത് കേട്ടോ. മോനെ എന്താ മോൻ അച്ഛനോട് ക്ഷമിക്കണം. അച്ഛൻ എന്തേ പറയുന്നു? അച്ഛന്റെ തെറ്റിദ്ധാരണ കൊണ്ട് മോന് ഒത്തിരി വിഷമായില്ലേ? സാരല്ല അച്ഛ, നാട് മൊത്തം എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇഷ്ടങ്ങളൊക്കെ നഷ്ടങ്ങളായി മാറിപ്പോയി. അത് പോട്ടെ, എനിക്ക് എന്നെ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. എനിക്ക് എന്നെ വിശ്വാസമാണ് അച്ഛ, ആരെന്ത് പറഞ്ഞാലും. അത് വേണം മോനെ. ഇനിയൊന്നും അച്ഛൻ നിന്റെ കൂടെ ഉണ്ടാവും. പിന്നെ അവള് നിന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ആര്? നമ്മുടെ ശ്രീധരന്റെ മോളെ. പറ്റുമെങ്കിൽ നീ അവളൊന്ന് പോട്ട് കാണണം. ഞാൻ കണ്ടോളാം. താനെന്തിനാ വീട്ടിലേക്കൊന്ന്? പെണ്ണിന്റെ വീട്ടുകാരോട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇനി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവൾക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. എന്തൊരു കഷ്ടാ അത്. അവർക്ക് അവരുടെ മകളെ ഭാവി നോക്കണ്ടേ? പിന്നെ എന്നെ പോലെ ഒരാൾക്ക് എങ്ങനെയാ കല്യാണം കഴിച്ചു തരിക? എനിക്ക് നിങ്ങളെ ഇഷ്ടം. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമോ?